അപ്പൊ വന്യമൃഗങ്ങളുടെ സങ്കേതമാണത്. രാമേട്ടന്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നുമില്ല. ഇവിടുന്ന് കിട്ടിയതല്ലേ? ദേ ഇവിടുന്ന് കിട്ടിയ വിളവാണ്. ഈ വിളവ് കിട്ടാൻ ഒരു രഹസ്യമുണ്ട്, അത് പറയാം. പാവയ്ക്കൊക്കെ പറിച്ചു വെച്ചേക്കും. അതായത് ഇത് കണ്ടോ, മുള്ളംപാവയ്ക്ക എന്ന് പറയും. ഇത് പ്രീതി ഇനത്തിൽപ്പെട്ടതാണ്. പ്രീതി ഇനം. ശരിക്കും പറഞ്ഞ ഒരു 25 ഇനം ഹെർബൽസ് ആണ്. ഏലത്തിനൊക്കെ കൊടുത്തിട്ട് ബെസ്റ്റ് റിസൾട്ട്. തക്കാളിക്ക് വെച്ചിട്ടേ ഉള്ളൂ, പിടിച്ചു തുടങ്ങി. ദേ ഇത് കണ്ടോ, ഇതെല്ലാം നമ്മുടെ ആ വളം ഉപയോഗിക്കുന്നില്ലയോ? അതെ, ഈ പച്ചത്തുള്ളൻ, അതുപോലെ വെള്ളീച്ച, അതുപോലെ പുഴുക്കള്, ഇവിടെ ആക്രമണമില്ല. കൃഷി വകുപ്പിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഞാൻ. കൃഷി വകുപ്പിൽ കഴിഞ്ഞ 27 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. നമസ്കാരം സാറേ. നമസ്കാരം. ശരിക്കും നല്ലൊരു കർഷകനാണ്. ശരിക്കും നമുക്ക് മണ്ണിനെ നഷ്ടപ്പെട്ടു. അപ്പൊ പുതിയൊരു തലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പൊ ഈ കൃഷി രീതി. ഇതിപ്പോ ഏത് വളം ഉപയോഗിക്കുന്നത്? ഇപ്പൊ ഉപയോഗിക്കുന്ന എസ്പീസർ വളങ്ങൾ ഉപയോഗിക്കുന്നത്, ജൈവവളങ്ങൾ. അതിന്റെ വ്യത്യാസം എന്തൊക്കെയാ? അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചുള്ള നമ്മുടെ മണ്ണില് വിരകൾ, നാഞ്ഞുള്ള സാധനങ്ങളും നഷ്ടപ്പെട്ടു പോയില്ല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ അടിക്കാൻ കാലത്ത് നമുക്കറിയാം, പയർ നട്ട് കഴിഞ്ഞാൽ ഒരു നിമിഷം അത് മുഴുവൻ വല പോലെയാവും. ശരിക്കും അരിപ്പ കലം പോലെയാണ്. എസ്പീസർ വളം ഉപയോഗിച്ചപ്പോൾ അങ്ങനെ പ്രശ്നമേ വരുന്നില്ല. എന്ന് മാത്രമല്ല, ഈ പച്ചത്തുള്ളൻ, അതുപോലെ വെള്ളീച്ച, അതുപോലെ പുഴുക്കള്, ഇവിടെ ആക്രമണമില്ല. എന്ന് മാത്രമല്ല, ഞാൻ ടിഷ്യൂ കൾച്ചർ വാഴ വാങ്ങിച്ചു വെച്ചതിന്റെ പുറകിൽ മയിൽ വന്ന് ഇലകൾ കുത്തിയിരുന്നു. അപ്പോഴാണ് ഈ എസ്പീസറെ കാര്യം ഓർമ്മ വന്നത്. ഞാൻ അത് എടുത്തുകൊണ്ട് സ്പ്രേ ചെയ്തപ്പോ വീണ്ടും വെച്ച 3 വാഴയുടെ കുത്തിയതിനു ശേഷം പേരെ കുത്തിയിട്ടില്ല. ഇപ്പൊ പുതിയ തളിര് വരുന്നു. ഇത് പറയുന്നത് ആരാന്ന് ചോദിച്ചാൽ, ശരിക്കും ഇപ്പം തൃശ്ശൂര് കട്ട് പീസ് ഏറ്റവും കൂടുതലും കൊടുക്കുന്ന ഒരു അതിനൊരു കമ്പനി തന്നെ നമുക്കുണ്ടല്ലോ. കുറെ ആൾക്കാരെ വെച്ച് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വനമാണ്. അതെ, ആ സൈഡ് വനം. ക്യാമറ അങ്ങോട്ട് കാണിക്കാം. അവിടെ ഒരു വനമാണ്. വനത്തിന് തൊട്ടിപ്പുറത്താണ് കൃഷി. അപ്പം ഈ കൃഷിയിൽ പ്രത്യേക വേലിയോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ അത്യാവശ്യം ഇതൊന്നും വരാതിരിക്കുന്നുണ്ടല്ലോ ഇത് നിന്ന് പോകുന്നത്. തീർച്ചയായും. സാർ ഇപ്പൊ ഇതിന് ഏത് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്? ഞാൻ SPCയുടെ ബയോ ഗ്രോത്ത് അത് കൊണ്ടുവന്ന് അടിച്ചിട്ട് ഇത് വെറും ഒരു 40 സെന്റ് സ്ഥലത്തുനിന്ന് 150 കിലോ പയർ പറിച്ചു എന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ തന്നെയാണ് സ്പ്രേ ചെയ്തത്. കാരണം ഇതിന് വേറൊരു എഫക്റ്റും ഇല്ലല്ലോ. 100 ലിറ്റർ കൊള്ളാവുന്ന ചെമ്പിൽ വെച്ച് മോട്ടർ വെച്ച് അങ്ങനെ സ്പ്രേ ചെയ്തപ്പോൾ മാസ്ക് ഒന്നും വെച്ചില്ല. മാസ്ക് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ സ്പ്രേ ചെയ്ത് മോട്ടർ വെച്ച്, എനിക്ക് മോട്ടറുണ്ട്, അതുപോലെ 100 ലിറ്റർ കൊള്ളാവുന്ന വലിയൊരു വട്ടച്ചെമ്പുണ്ട് പഴയ കാലത്തിൽ, അത് വെച്ചാൽ സ്പ്രേ ചെയ്തപ്പോൾ എനിക്ക് തന്നെ അതിശയം തോന്നി. പലരും കാണാൻ വന്നു ഇവിടെ. ഇത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു വഴുതിന ആയാലും വെണ്ട ആയാലും തക്കാളി ആയാലും കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പുതിയ തളിര് വരികയും അത് പുഷ്പിക്കുകയും അത് കായ്ക്കുകയും ചെയ്യും. അപ്പൊ ഒരു പുതിയ സസ്യം വെച്ചുണ്ടാക്കുന്ന പോലെ തന്നെ ഇത് ഫലങ്ങൾ നമുക്ക് കിട്ടുന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു ഗുണം കൂടി ഇതിനുണ്ട്. അങ്ങനെ ഗുണം കൂടി ഉണ്ട്, യാതൊരു സംശയമില്ല. ഇപ്പൊ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഇപ്പൊ നിൽക്കുന്ന വെണ്ടകൾ കട്ട് ചെയ്താൽ ഉടനെ സ്പ്രേ ചെയ്യും. അടുത്ത് ഞാൻ നടാതെ കണ്ടത് അതിൽ തന്നെ ഇത്രയും വെള്ളം അതിനെടുക്കാൻ ഉറപ്പ് എനിക്കുണ്ട്. നമ്മുടെ കുറെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കൂടാതെ രാമേട്ട, ഈ നമ്മുടെ ഇവിടുത്തെ ഫോറസ്റ്റുകാരെ രാമേട്ടനോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെന്തുവാ? DFO ആണ് വന്നത്. അദ്ദേഹമാണ് എനിക്ക് ഈ മരുന്ന് അദ്ദേഹമാണ് തന്നത്. അത് അടിച്ചപ്പോൾ അന്ന് മഴ സമയം. ഏത് മരുന്നത്? SPCയുടെ ബോട്ടിൽ വരുന്ന ഹോമിയോ ഗുളികകളാണ്. രാമേട്ടന്റെ ഒരു കൃഷി സ്ഥലത്തും പന്നി കുത്തിയതായിട്ടൊന്നുമില്ല. ഇപ്പൊ പന്നി ഞാൻ പറഞ്ഞില്ല, ആദ്യത്തെ ദിവസം അടിച്ചപ്പോ പന്നി വന്നു പോയി. സസ്യത്തെ തൊട്ടില്ല. സസ്യം 4 പുറം നടന്നു, കുത്തി മറിച്ചില്ല. ഇപ്പോഴും അവർ പോകുന്നുണ്ട്, പക്ഷെ സസ്യത്തെ തൊട്ടില്ല. അപ്പൊ ആ സസ്യത്തിന് ടേസ്റ്റ്, അവർക്ക് എന്തോ ടേസ്റ്റ് ഉണ്ട് അതിനകത്ത്, അല്ലെങ്കിൽ ഒരു മണം ഉണ്ട് അതിനകത്ത്. അതാണല്ലോ അതിന്റെ പ്രാധാന്യം. അപ്പോൾ ഞങ്ങൾക്ക് ഷൂട്ടർമാരൊക്കെ വന്നു തുടങ്ങി. ഇപ്പോൾ പുതിയ സംവിധാനം പഞ്ചായത്തിനെ ഏൽപ്പിച്ചെങ്കിലും ഇത് ഞങ്ങൾക്ക് ശ്വാസത. കാരണം ഞങ്ങൾക്ക് ആഗ്രഹമില്ല ഈ മൃഗങ്ങളെ കൊള്ളുന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കില്ല. നമസ്കാരം സാറേ. പേര്? ഡോക്ടർ വിവൻ സി. കൃഷി വകുപ്പിൽ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്നു ഞാൻ. കൃഷി വകുപ്പിൽ കഴിഞ്ഞ 27 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. SPCക്ക് വേണ്ടി സാർ എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? SPCയിലെ പ്രോഡക്റ്റുകൾ ഒത്തിരി മാർക്കറ്റിൽ കൃഷിക്കാർ ഉപയോഗിക്കുന്നുണ്ട്. എന്നെ SPCയിലെ ടെക്നിക്കൽ ഡയറക്ടറായിട്ടാണ് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത്. അപ്പോൾ ടെക്നിക്കൽ ആയിട്ട് കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഫീൽഡിൽ പോകണം, കർഷകരായിട്ട് ബന്ധപ്പെടണം. അവിടെ SPCയിലെ പല പ്രോഡക്റ്റുകൾ ഉണ്ട്. അതിൽ പ്രത്യേകിച്ച് ബയോ ഗ്രോത്ത്, ബയോ ഗാർഡ്, ബയോ സ്ട്രൈക്ക്. ഇത് ഒരു ചെടിയുടെ മുഴുവനായിട്ടുള്ള വളർച്ചയ്ക്കും അതിന് വേണ്ട ഉൽപ്പന്നങ്ങൾ ഉണ്ടാവാൻ, പൂവായാലും കായായാലും ഉണ്ടാവാനും അതിൽ വരുന്ന കീടങ്ങളെ രോഗങ്ങളെയൊക്കെ തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രത്യേകിച്ച് പച്ചക്കറി കൃഷിയിലും പൂക്കൃഷിയിലും പിന്നെ സ്പൈസസിലായാലും പല സ്ഥലത്തും കർഷകർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് അത് സ്റ്റാറ്റിസ്റ്റിക്കായിട്ട് തന്നെ ഇതിൻ്റെ വിളവ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നുണ്ട്, കർഷകർക്ക് ജൈവ രീതിയിൽ കൃഷി പ്രൊമോട്ട് ചെയ്യാൻ ഈ ഉൽപ്പന്നങ്ങൾ എങ്ങനെ സഹായിക്കും എന്നുള്ളത് കൂടി അറിയിക്കാനാണ് എന്നെ SPC ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. നമസ്കാരം മാഡം. പേര്? LCK ജോൺ. ശരിക്കും നമ്മളിപ്പോൾ കുറേ കർഷകരെ കണ്ട്. അപ്പോൾ അവരെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുപയോഗിക്കുന്ന എല്ലാ പച്ചക്കറി ആയാലും എന്ത് സംഭവമാണെങ്കിലും അവരുപയോഗിക്കുന്ന ആ ഒരു ചെടിക്ക് നല്ല വിളവും അതുപോലെ കൂടുതൽ നാൾ നിൽക്കുകയും കൃഷിയൊന്നും പെട്ടെന്ന് നശിച്ചു പോകാതിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ചോദിക്കാനായിട്ടാണ് വന്നത്.
നമ്മൾ എങ്ങനെയുള്ള പ്രോഡക്റ്റാണ് കൊടുക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കോംബോ ആയിട്ട് 3 പ്രോഡക്റ്റാണ് ഉള്ളത്. ഇത് ബയോ ഗ്രോത്ത് ആണ്. ഇതെന്തിനാ ഉപയോഗിക്കുന്നത്? ഇത് ബയോ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരും. ഇനിയിപ്പോ പൂക്കേണ്ട പ്രായമാണ്, അതല്ലെങ്കിൽ ആ സീസൺ ആണെങ്കിൽ അത് നിറച്ച് പൂത്തിരിക്കും എന്നാണ് അതിന്റെ ഏറ്റവും പ്രധാനം. പിന്നെ ഇനിയിപ്പോ നമുക്കൊരു ബയോ സ്ട്രൈക്ക് ഉണ്ട്. ഈ ബയോ സ്ട്രൈക്കും ബയോ ഗ്രോത്തും കൂടി ഒന്നിച്ച് കൊടുക്കുക എന്നോർത്തു. ഇത് രണ്ടും കൂടി ഒന്നിച്ച് നമ്മൾ കൊടുത്താൽ ഇത് ഞാൻ പറഞ്ഞല്ലോ നിറച്ച് അങ്ങോട്ട് ചെടി പൂക്കോ അല്ലെങ്കിൽ വളരുകയോ ചെയ്യണം. അപ്പൊ തന്നെ നമുക്കറിയാം കീടങ്ങൾ വരും അല്ലേ. ഇതും കൂടി ഒന്നിച്ചടിച്ചാല് ബെസ്റ്റ് റിസൾട്ട്. കീടം വരൂല. കറക്റ്റ് ആക്കാനുള്ള കഴിവ് ഇതിനുണ്ട്. അതെ. ഇനി അടുത്തത് അപ്പൊ ഇത് രണ്ടും കൂടിയാണ് നമ്മൾ ആദ്യമേ ഒന്ന് അടിച്ചു കൊടുത്താൽ ബെസ്റ്റ് റിസൾട്ട് വരുന്നത്. ഇനിയിപ്പോ നമ്മൾ കീടത്തെ കണ്ടെന്നോർത്തോ, കീടത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾക്ക് കൊടുക്കാനുള്ളതുണ്ട്. അതായത് ബയോഗാർഡ്, സക്കിംഗ് പെസ്റ്റുകൾ ഉണ്ട്, അതായത് നീരൂറ്റി കുടിക്കുന്നവ, ഇതിപ്പോ ഇലതിന്നി പുഴുക്കൾ, ഇവ രണ്ടും ഒരേപോലെ മാറ്റും. മാത്രവുമല്ല ഇത് അടിക്കുന്നതുകൊണ്ട് പുഴുക്കളുടെ മുട്ടയെ നശിക്കും എന്നുള്ളതാണ് ഇതിന്റെ ബെനിഫിറ്റ്. അതും ജൈവമായിട്ടാണ്, മറ്റു വിഷമൊന്നുമില്ല. ഇതൊക്കെ ശരിക്കും പറഞ്ഞ ഏലത്തിനൊക്കെ കൊടുത്തിട്ട് ബെസ്റ്റ് റിസൾട്ടാണ്. കാരണം സീസൺ കഴിഞ്ഞാലും അതിനകത്ത് നിറച്ച് കായും പൂവും ഉണ്ടാകും. ആ കായകൾക്ക് നല്ല വലിപ്പവും നല്ല ഷേപ്പും അതോടൊപ്പം നല്ല തൂക്കവും കിട്ടുന്നുള്ളതാണ്. ഉപയോഗിച്ചവർ തന്നെ റിസൾട്ട് പറയുന്നുണ്ട്. ഇത് എന്തൊക്കെ ചേർത്താ ഉണ്ടാക്കുന്നത്? ഇത് ശരിക്കും പറഞ്ഞ ഒരു 25 ഹെർബൽസ് ആണ്. ശരിക്കും അതിന്റെ എക്സ്ട്രാക്ട് എടുത്തിട്ട് വളരെ കഷ്ടപ്പെട്ട് തന്നെയാണ് അതിന്റെ എക്സ്ട്രാക്ട് എടുത്ത് തന്നെ ഉണ്ടാക്കുന്നത്. ഓർക്കിഡായാലും മാന്തൂറി അങ്ങനെയുള്ള ചെടികൾക്കെല്ലാം കൊടുക്കാറില്ലേ? തെങ്ങിന് കൊടുക്കാം. തെങ്ങിന് നമുക്ക് ഇതിനകത്തെ ബയോഗ്രോത്ത് താഴെ ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ വീഡിയോ എല്ലാം കണ്ടു. ശരിക്കും മേഡം ഇത് എങ്ങനെ കിട്ടും? അതായത് SPCയുടെ എല്ലാ ഫ്രാഞ്ചൈസികളിലും നമുക്കിത് ലഭ്യമാണ്. മാത്രമല്ല ഇപ്പൊ വീടുകടകളുണ്ട്. അതായത് കേരളത്തിലെ പല വനിതകൾക്കായിട്ട് തുടങ്ങിയതാണ് വീടുകളിൽ തന്നെ. അവരുടെ നമ്പറിലും നമ്മൾ വിളിച്ചാൽ സാധനം കിട്ടും. കൂടാതെ വീഡിയോയിൽ നമ്പർ ഉണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എത്തും.